ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 14ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വ്യക്തി നമ്മുടെ വീഡിയോ കണ്ട് ഒരു കമൻറ്റിലൂടെ ഒരു സംശയം ഇട്ടിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആ വ്യക്തിയുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഒരു പാട്ട് മേജർ ആണോ മൈനർ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ആ വ്യക്തിയുടെ ഒരു സംശയം. ആ വ്യക്തിയുടെ സംശയം പെട്ടെന്ന് നിവാരണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാരണം അത് നല്ലതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ പാട്ടുകൾ നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട് ഇത് കാണിക്കാൻ സാധിക്കുകയില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് കൂടുതലാണ് ഇപ്പം യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് ഈ കോപ്പിറൈറ്റ് വരുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ കാണിക്കാൻ സാധിക്കില്ല. എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിലൊന്ന് പാടിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് മൂളി നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ഒരു പാട്ട്, ഒരു ഫിലിം സോങ് എന്താണെങ്കിലും ഒന്നെങ്കിൽ ഒരു മേജർ അല്ലെങ്കിൽ ഒരു മൈനർ, ഈ സ്കെയിലായിരിക്കും ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കോഡ് എടുത്തിട്ട് അതിൻ്റെ മേജറും മൈനറും, ആദ്യം മേജർ കോഡ് അല്ലെങ്കിൽ മൈനർ കോഡ് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ നമുക്ക് ഏത് കോഡ് അവിടെ സ്യൂട്ട് ആകുന്നു അപ്പോൾ ആ സ്കെയിലായിരിക്കും. ആ സ്കെയിൽ എന്നല്ല, നമുക്ക് അവിടെ മൈനർ സ്കെയിലാണോ മേജർ സ്കെയിലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഏതാണ് അതിൻ്റെ കറക്റ്റ് മേജർ അല്ലെങ്കിൽ അതിൻ്റെ ഏത് നോട്ടിലാണ് അത് കിടക്കുന്നതെന്നുള്ളത് നമുക്ക് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏത് കോഡ് ഇട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെ ആ കോഡിന് തന്നെ മേജർ മൈനർ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ഒരു 2-3 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പാട്ടാണ് ഇളം മഞ്ഞിൻ കുളിരുമായി ഒരു കുയിൽ എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പം ആ പാട്ടിൻ്റെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ട്യൂൺ എന്ന് പറയുന്നത് ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ലാലാ 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 ലാലാ. അപ്പം ആ പാട്ട് ഏതാണ് നമുക്ക്, അപ്പോൾ അതിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ സ്കെയിൽ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പാട്ടിന് സി എന്ന് പറയുന്ന നോട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം സി എന്ന് പറയുന്ന നോട്ടിൻ്റെ നമ്മൾ മേജറും സി മൈനറും നോക്കുകയാണ്, അതിൻ്റെ ഏതാണ് യോജിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് സി മേജർ നോക്കാം. ഓക്കെ, ഇതാണ് സി മേജർ. അപ്പം ഇളം മഞ്ഞിൻ, നമുക്ക് ഈ കോഡ് ഇടുമ്പോൾ ഇളം മഞ്ഞിൻ, അപ്പം നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. കണ്ടോ, ഇളം മഞ്ഞ്, നമുക്ക് ആ പാട്ടിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ല. അപ്പം നേരെ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സി മൈനറിലേക്ക് മാറുക. ഓക്കെ, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ലാലാ 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 ലാലാ. ഈസി ആയിട്ട് നമുക്ക് ആ പാട്ടിൻ്റെ മൈനർ സ്കെയിലാന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പം ഇതുപോലെ നിങ്ങൾ ഓരോ പാട്ടെടുത്ത് ഇങ്ങനെ കോഡുകൾ മാറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത നമ്മുടെ കലാഭമണിയുടെ ഒരു ഭയങ്കര ഒരു ഫീലായിട്ടുള്ളൊരു പാട്ടാണ് മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം എന്ന് പറയുന്ന ആ പാട്ട് നമുക്ക് മേജറിലാണോ മൈനറിലാണോ കിടക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ അതിന് ഡി എന്ന് പറയുന്ന നോട്ട് എടുക്കുവാണ്. ഡിയുടെ സ്കെയിലിലാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിയുടെ മേജറും മൈനറും നമ്മൾ നോക്കുന്നു. അപ്പം അതിന് ഡിയുടെ മേജർ നോക്കുന്നു. ഓക്കെ, ഇതാണ് ഡി മേജർ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, നമുക്ക് ആ പാട്ടിനോട് യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് മേജറിലേക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. മിന്നാമിനുങ്ങേ വരുന്നില്ല. അപ്പം നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഡി മൈനറിലേക്ക് മാറി വായിക്കുക. കണ്ടോ, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം. അപ്പം ഡി മൈനർ നമ്മൾ ആക്കുക. മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോ
പാട്ടിൻ്റെ ഒരു സ്കെയിൽ ഡി മൈനർ ആയിട്ട്, അപ്പോൾ അത് മൈനർ സ്കെയിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ആ പാട്ട് നിങ്ങൾ പ്ലേ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് പ്ലേ ചെയ്തുകൊണ്ട് കീബോർഡിൽ ആ ഒരു മൈനർ സ്കെയിലും മേജർ സ്കെയിലിലേക്ക് മാറ്റി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്ത ഒരു പാട്ട് കൂടെ നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ആരാധികേ മഞ്ഞു പെയ്യും വഴിയരികെ, അമ്പിളി എന്ന് പറയുന്ന മൂവിയിലെയാണ്. അപ്പോൾ ആ പാട്ട് നമുക്ക് നോക്കാം. അപ്പം ആ പാട്ട് നമുക്ക് നോക്കാനായിട്ട് ഞാൻ ജി എന്ന് പറയുന്ന സ്കെയിൽ എടുക്കുകയാണ്. ജിയുടെ മൈനറും മേജറിൽ നമ്മൾ നോക്കുക. അപ്പം ആദ്യം ഞാൻ ജി മൈനർ എടുക്കുന്നു. ഇതാണ് ജി മൈനർ. ആരാധികേ മഞ്ഞു പെയ്യും വഴിയരികെ, ആ മൈനറിലേക്ക് നമുക്കത് യോജിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നേരെ മേജറിലേക്ക് ആക്കുക. ഇതാണ് ആരാധികേ മഞ്ഞു പെയ്യും വഴിയരികെ. അപ്പം ആ പാട്ട് ജി മേജറിലാണ്, നമുക്ക് മേജർ സ്കെയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് കീബോർഡിൽ ആ സ്വരങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു വ്യക്തിയുടെ സംശയമായിരുന്നു എങ്ങനെയാണ് മേജറാണോ മൈനറാണോ തിരിച്ചറിയുന്നത്. ഇത്രേ ഉള്ളൂ. ഏതൊരു പാട്ട് കേട്ടാലും ആദ്യമേ നമ്മൾ ഏതെങ്കിലും ഒരു കോഡ് എടുത്തുകൊണ്ട് ഏത് സ്കെയിലിലും നമുക്ക്, അതായത് മേജർ സ്കെയിൽ കിടക്കുന്ന ഏത് മേജർ സ്കെയിലിൻ്റെ പാട്ടുകളും വായിക്കാം. ഏത് മൈനർ സ്കെയിലിൽ കിടക്കുന്ന പാട്ടുകൾ ഏത് മൈനർ സ്കെയിലും നമുക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു കോഡ് എടുത്ത്, ഒരു നോട്ട് എടുത്ത് അതിൻ്റെ മേജറും മൈനറും മാറ്റി നോക്കുക. നിങ്ങൾക്ക് അവിടെ ഏതാണോ യോജിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കോഡ്. അപ്പോൾ അതിൻ്റെ ഫാമിലി കോഡ്സ് ഒക്കെ ഇട്ട് ചേഞ്ച് ചെയ്ത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ പാട്ടുകളുടെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ ഈ കമൻറ്റിലൂടെ അറിയിക്കുക. റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ എത്തുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ നമുക്ക് വലിയൊരു ഉണർവും ഉത്തേജനവും നമുക്ക് ഈ ചാനലിലൂടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് ഫാമിലിക്ക്, ഫ്രണ്ട്സിന്, നിങ്ങളുടെ കൊളീഗ്സിന് എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾ ആ മാക്സിമം അവർക്കും ആ ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ നമ്മൾ വീഡിയോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.